Good afternoon, all. Prayer. Thank you for this new day and for the chance to learn. Please bless our teachers, classmates, and all who guide us. Help us focus, listen well, and do our best in everything today. Give us patience, understanding, and a kind heart towards others. May we bring you honor in all we do. Amen. Sign in. Good afternoon, everyone. I am Asina and I welcome you all to our class. We can start our class with joy, refreshment, enthusiasm, excitement to learn. Today's class is conducted by Miss Jishama. Welcome, ma'am. Thank you. Good afternoon. Good afternoon, ma'am. ശരിക്കുമായിരുന്നോ ആരെങ്കിലും അശ്വിനി മിസ്സിന്റെ ക്ലാസ്സിൽ സെമിനാർ പ്രിപ്പയർ ചെയ്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? സെമിനാർ എടുക്കണമെന്നുണ്ടോ നിങ്ങൾക്ക്? അതോ മാം വന്നിട്ട് എടുത്താൽ മതിയോ? എന്താ തോന്നണേ? ഇന്ന് തന്നെ എടുക്കാൻ അങ്ങനെ ഒരു ഇതില് വന്നിട്ട് മാറുമ്പം ആ സ്പിരിറ്റ് കുറയുമോ? കുഴപ്പമില്ല മാം, മാമിന്റെ ക്ലാസ്സിൽ എടുത്തോളാം. കുഴപ്പമില്ലല്ലോ, എടുക്കണമെങ്കിൽ എടുക്കാൻ, നോ പ്രോബ്ലം, നോ ഇഷ്യൂ. സംതിങ് ഐ ക്യാൻ ആഡ്. ചിലപ്പോൾ നിങ്ങളുടെ തന്നെ സഹായം വേണ്ടി വരും മറ്റുള്ളവരുടെ, അത്രേ ഉള്ളൂ. ഇറ്റ്സ് അപ് ടു യു. എങ്ങനെയായാലും നോ ഇഷ്യൂ. അന്ന് 2:30 വരെ വേറെ ക്ലാസ് ഉണ്ടായിരുന്നു, ലേറ്റ് ആയിട്ട് വരാൻ. ഓക്കെ ഫൈൻ. സോ എങ്ങനെയാ, ക്ലാസ് എടുക്കാനോ അതോ സെമിനാർ ഉണ്ടോ? ടീച്ചർക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാണേ. സോ നമ്മള് ഡെവലപ്പിംഗ് ടീച്ചറിനെ പറ്റി പറയുകയായിരുന്നു അല്ലെ. ക്രിട്ടിക്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ക്രിട്ടിക്കില് പേജ് നമ്പർ 74 അല്ലെ, ശരിയാണോ? പ്ലീസ് ഹെൽപ്പ് മീ. 2 പറഞ്ഞു മാം. 2 പറഞ്ഞോ? ഓക്കെ. സോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഉള്ള 7 നമുക്കൊരു റെഫറൻസ് ആണ്. ആസ് എ ടീച്ചർ നമുക്കൊരു റെഫറൻസ് ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ വട്ടവർ എത്തി അവിടെ നമ്മൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വേറെ നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. ഇത് തന്നെ സെയിം, അതായത് എപ്പോഴും നമ്മൾ പറഞ്ഞു, എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൊക്കെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, തിയറി അല്ല നമ്മൾ ശരിക്കും അപ്ലൈ ചെയ്യുന്നത്. മുന്നിൽ വരുന്ന കുട്ടിക്ക് അനുസരിച്ച് നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് പ്രാക്ടിക്കൽ സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയെ ഒരു നോർമേറ്റീവ് സൈക്കോളജി അല്ല എന്ന് പറയുന്നത്. തിയറിനെയും പ്രിൻസിപ്പിൾസിനെയും മാത്രം ആക്കി നിൽക്കുന്നതല്ല. ഇതെല്ലാം നമുക്കൊരു റെഫറൻസ് ആണ്. ആസ് എ ടീച്ചർ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു മെത്തേഡ് കുട്ടികൾക്ക് അനുസരിച്ച് നമ്മൾ മാറ്റുവാണ്. അതേ ഉള്ളൂ. അതിനുള്ള ഫ്രീഡം ഉണ്ട് ടീച്ചേഴ്സിന് ശരിക്കും പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മള് 7 ക്രിട്ടിക്സില് അങ്ങനെ ഒരു പ്രശ്നം, ഒരു ചലഞ്ച് വരുമ്പോൾ, ഒരു ത്രെട്ട് പോലെ വരുന്നതിനെ ഓവർകം ചെയ്യാൻ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് ആക്ടിവിറ്റി എടുത്താലാണ് നമുക്ക് നല്ലൊരു ഔട്ട്കം കിട്ടുന്നത്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ 2 പറഞ്ഞു കഴിഞ്ഞു. 2 ജസ്റ്റ് ഏതാണെന്ന് പറയാം. ഒന്ന് വിഷൻ. നല്ല ക്ലാരിറ്റി ഉള്ള വിഷനും ആകും. അത് എന്തൊരു ചെറിയൊരു ലക്ഷ്യമാണെങ്കിലും ഒരു ഗോൾ ആണെങ്കിലും നമ്മൾ അതിനെ നല്ല കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി അത് സെറ്റ് ചെയ്യാം. അത് ഇപ്പോ ഒരു ക്ലാസ് എടുക്കാനാണ് നിങ്ങൾ പോകുന്നത്, ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡ് ഒരു ക്ലാസ്, ഈവൻ ദോ നിങ്ങൾ വേറെ ബാച്ചിന് എടുത്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും ഒരു നിങ്ങൾ എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് അത് പുതിയതാണ്. അപ്പൊ അതിനെ കുറച്ചുകൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ക്ലാരിറ്റി വരുത്തിച്ചിട്ട്, അതൊക്കെ ഒരു മിഷന്റെ ഭാഗം തന്നെയാണ്. അതിനൊക്കെ എടുത്തല്ലേ വന്ന് അതുപോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാം, അങ്ങനെയല്ല. അങ്ങനെ രീതിയിലല്ല. കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് ഇതിന്. അതിനെപ്പറ്റി കൂടുതൽ ഓതന്റിക് ആയിട്ട് അറിയില്ല കേട്ടോ. നമുക്ക് ചില സമയങ്ങളിൽ പ്രീസ്റ്റുമാരുടെ ഒക്കെ ചില പ്രഭാഷണങ്ങള് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും, അതേസമയം ഭയങ്കര ഹ്യൂമർ സെൻസ് കലർത്തി സംസാരിക്കുന്നവരുണ്ടായിരിക്കും. ഈവൻ ദോ ഹ്യൂമർ സെൻസ് കലർത്തി സംസാരിച്ചാലും അവർ അതിലൊരു മെസ്സേജ്, നല്ല വാല്യൂസ് മെസ്സേജ് അവര് കൊടുക്കാറുണ്ടല്ലേ. പേജ് നമ്പർ 75 അങ്ങനെ ഒരു അച്ഛന്റെ ഒരു പ്രഭാഷണം പറയുമായിരുന്നു. അച്ഛനോട് കൊടുത്ത ടോപ്പിക് ഇതായിരുന്നു. എനിക്ക് വിത്ത് ഓൾ റെസ്പെക്ട് പറഞ്ഞതൊന്നും ആരാന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. വിശുദ്ധ ത്രേസ്യയെ കുറിച്ച് പറയാനോ അങ്ങനെ എന്തോ ആയിരുന്നു കൊടുത്തത്. അച്ഛൻ ഇങ്ങനെ പക്ഷെ അച്ഛന് കറക്റ്റ് കണക്ഷൻ കിട്ടിയില്ല.
പറഞ്ഞത് മുഴുവനും കൊച്ചു ത്രേസ്യയെ കുറിച്ചായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റോളം ഈ ഒരു അച്ഛൻ ഇങ്ങനെ നിന്ന് പ്രഭാഷണം നടത്തുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ആരോ വന്ന് അച്ഛന്റെ ചെവിയിൽ പറഞ്ഞു, അച്ഛൻ പറയേണ്ടത് ഇന്നയാളെ പറ്റിയാന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ അതിനെ നല്ല രീതിയിൽ തന്നെ മാറ്റി. അദ്ദേഹം പറഞ്ഞു, കൊച്ചു ത്രേസ്യ ഇങ്ങനെയാണെങ്കിൽ അമ്മ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഓറേറ്ററിന്റെ ഒരു കഴിവാണ്, ആ ഓറേറ്ററിന്റെ ഒരു കഴിവ്. അപ്പൊ അവിടെ ഇരുന്ന ആൾക്കാരെ മുഴുവൻ അത് കൊല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു രീതി. അദ്ദേഹം അത് ഹ്യൂമറിലാണ് പറഞ്ഞതെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അത് എൻഡ് ചെയ്തു. ശരിക്കും നമ്മള് ബൈ പ്രാക്ടീസ്, നമ്മളും ചിലപ്പോ തുടക്കത്തിലൊക്കെ നമ്മളും എവിടെയെങ്കിലൊക്കെ പോയി നിന്നങ്ങ് സ്റ്റക്കായി പോകും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ. ബൈ പ്രാക്ടീസ് നമുക്ക് നമ്മളുടെ ആ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതൊരു ടീച്ചേഴ്സ് എല്ലാവരും ഒരു ഓറേറ്റർ ആവുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, നല്ലൊരു പ്രഭാഷകൻ. അത് എൻഗേജ് ചെയ്യിക്കുന്ന പ്രഭാഷകരായിരിക്കണം കേട്ടോ. നമ്മൾ മാത്രം ഇങ്ങനെ റേഡിയോ പോയി പറയുക, നമ്മുടെ മുന്നിലിരിക്കുന്നവര് നമ്മളോട് ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ്, ആ ഒരു ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പോലും ചില സെഷനിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കും ഇന്ററാക്ട് ചെയ്യാൻ തോന്നാറില്ലേ, ഒരു മടിയൊക്കെ തോന്നും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരോടൊന്നും ചോദിക്കാറ് പോലുമില്ലായിരുന്നു. ഭയങ്കര എന്തോ പേടിയും മടിയും ഒക്കെ കൂടിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ലാന്ന് തോന്നുന്നു, കുട്ടികൾ കുറെ കൂടെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സിന്റെ അടുത്ത്. അപ്പൊ അത് ടീച്ചറുടെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആ ടീച്ചർ അങ്ങനെ ഒരു സ്പേസ് കുട്ടിയുടെ മുന്നിൽ കൊടുക്കുന്നത് കൊണ്ടാണല്ലോ കുട്ടികൾ ടീച്ചർമാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ആ ഒരു ക്വാളിറ്റി നമ്മൾ നല്ലപോലെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് സബ്ജക്ട് നന്നായി അറിഞ്ഞിരിക്കണം. ഈവൻ നമുക്ക് ഡൗട്ട് വന്നാലും നമുക്ക് ധൈര്യമായിട്ട് അവരോട് പറയാം, ഞാനത് ഒന്നുകൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം. അവർ ആക്സെപ്റ്റ് ചെയ്യും, ഒരിക്കലും നമ്മളെ കളിയാക്കില്ല, അവർ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ആ ഒരു സ്പേസ് ആദ്യം ഉണ്ടാവണം ടീച്ചറും കുട്ടിയും തമ്മിൽ, അല്ലാണ്ട് പേടിപ്പിച്ച് ഒന്നും മിണ്ടാതാക്കി എടുക്കുന്ന ആ ഒരു രീതിയല്ല. രണ്ടെണ്ണം പറഞ്ഞു എന്നുള്ളത്. പിന്നെ അൺസയന്റിഫിക് മെത്തേഡ് ഓഫ് മോണിറ്ററിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ക്ലാസ് റൂം പ്രോസസ്. നമ്മൾ ക്ലാസ് റൂമിൽ നടക്കുന്ന എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും അതിന് സയന്റിഫിക് ആയിട്ട് തന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഈ കുറച്ചുകൂടെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ കുട്ടികളെ അപ്രോച്ച് ചെയ്യുമ്പോഴും കുട്ടികളെ പല കാര്യങ്ങള് പേജ് നമ്പർ 75 ഒരു ടേബിൾ പോലെ കണ്ടില്ലേ, അപ്രോച്ച് ചെയ്യുമ്പോൾ അത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ സയന്റിഫിക് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അതായത് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പലതും പഠിച്ചിരുന്നു, എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്, എങ്ങനെ അവർ അനലൈസ് ചെയ്യാൻ. അതിപ്പോ നമ്മൾ 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടാലും അത് നല്ല സയന്റിഫിക് എക്സ്പീരിയൻസ് സ്പെഷ്യൽ ലേണിംഗ് അതിലൂടെ തന്നെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് ഇടണം. എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടുക എന്നുള്ളതല്ല. അത് വൺസ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മളെല്ലാം സയന്റിഫിക് ആയിട്ടേ ചെയ്യുള്ളൂ. അവരുടെ നോട്ട്ബുക്ക് കറക്റ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും അവർക്ക് വർക്കുകൾ കൊടുക്കുന്ന രീതിയാണെങ്കിലും എല്ലാത്തിലും എന്ത് അസസ്മെന്റുകൾ നടത്തിയാലും എന്ത് ഇവാലുവേഷൻസ് നടത്തിയാലും സയന്റിഫിക് ആയിട്ട് തന്നെ ചെയ്യും. അതിപ്പോ ഒരു പ്രോഗ്രാമിലാണെങ്കിലും എല്ലാം അപ്പൊ അതിന്റെയൊക്കെ ഔട്ട്കം നല്ലതായിരിക്കും. മറ്റേത് ഇങ്ങനെ ഉഴപ്പി ചെയ്യുന്ന പോലെ ഒരു ഫീൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി. ക്വാളിറ്റിയും ക്വാണ്ടിറ്റി, ഗുണവും അളവും എന്ന് പറയുന്ന പോലെ പ്രോപ്പർ ടൂൾസ് നമ്മൾ ഡിസൈൻ ചെയ്യണം ഒരു വർക്കിന്റെ ക്വാളിറ്റി ആക്സസ് ചെയ്യാനായിട്ട്. നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുക, അത് അതിന്റെ ക്വാളിറ്റി നമ്മൾ അസസ് ചെയ്യണം ഡ്യൂറിങ് എക്സിക്യൂഷൻ, അത് നടപ്പാക്കുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ അസസ് ചെയ്യുന്നതിന് ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെറിയൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 10 കുട്ടികളെ കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10. ഈവൻ 10 ഉണ്ടെങ്കിലും ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ അസസ് ചെയ്യണം, അതിന്റെ ക്വാളിറ്റി അസസ് ചെയ്യണം. അല്ലാതെ 1-2 കുട്ടിയിൽ മാത്രം 10 പേരിൽ കുറെ പേരെ നമ്മൾ കഴിയുന്നു 1-2 കുട്ടിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. 10 കുട്ടികളിൽ നമ്മളൊരു അസസ്മെന്റ് അല്ലെങ്കിൽ അവരെ കൊണ്ടൊരു പ്രോഗ്രാം ചെയ്യിക്കാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 10 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതിന്റെ ക്വാളിറ്റി നല്ല ബെസ്റ്റ് ആയിട്ട് തന്നെ വരും. പലപ്പോഴും ചിലപ്പോൾ ക്വാളിറ്റീനെ ഓവർ റൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ അസസ്മെന്റ് ചെയ്യുവാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ
പണ്ടത്തെ ഒരു രീതിയായിരുന്നു. പഠിക്കുന്ന കുട്ടികളിൽ മാത്രം ടീച്ചേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. പഠനത്തിൽ പുറകോട്ട് നിൽക്കുന്നവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പൊ അവിടെ അവര് കുറച്ച് കുട്ടികൾ ആ ഒരു ക്വാളിറ്റി മതി എന്നുള്ള രീതിയാണ്. അതെല്ലാം എല്ലാരെയും നോക്കി ക്വാണ്ടിറ്റി നോക്കിയിട്ട് നല്ല അസസ്മെന്റ് ചെയ്ത് നല്ല ക്വാളിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ടത്. നെക്സ്റ്റ്, ആബ്സെൻസ് ഓഫ് അപ്രൈസൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലും ക്ലാസ് റൂം ലെവലും. നമുക്ക് ഈ അപ്രൈസല് ടീച്ചേഴ്സിനും കിട്ടണം, കുട്ടികൾക്കും കിട്ടണം അല്ലെ? അത് ക്ലാസ് റൂമിലും കിട്ടണം, ഓൾ ഇൻസ്റ്റിറ്റ്യൂഷനിലും കിട്ടണം. ക്ലാസ് റൂമിൽ ചിലപ്പോൾ ഇങ്ങനെ അപ്രൈസൽ കിട്ടുന്നു, അതുപോലെ തന്നെ അസംബ്ലിയില് എല്ലാരും കൂടെ ആ ഒരു കുട്ടിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ടീച്ചറിനെ ആണെങ്കിൽ അങ്ങനെ അത് അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് അതിൽ അപ്രീഷിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ വട്ട് എവർ ഇറ്റ് ബി, എന്തൊക്കെ ചെയ്തിട്ടും ഇവിടെ ഒരു വിലയില്ല, ആ ഒരു ഫീല് ഏതൊരു മനുഷ്യനും വരും അല്ലെ? നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ മുഖം തോന്നാറുണ്ട്, എന്ത് ചെയ്താലും എന്താ ഒരു വാല്യൂ. അതേസമയം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അത് ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യും. അത് സക്സസ് ഓഫ് ദ പ്ലാൻ അത് തന്നെയാണ്. ഓക്കെ, അതിൽ തന്നെ വീട്ടിലെ അമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഒന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും. സൂപ്പർ ഭാര്യ എന്നോ സൂപ്പർ അമ്മ എന്നോ അങ്ങനെ പറയുവാണെങ്കിൽ അതിൽ വീണ് പോരുത്. എക്സെട്ര നമ്മൾ പിന്നെ എപ്പോഴും സൂപ്പർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരും. അത് എല്ലാത്തിനും നമ്മൾ പെർഫെക്റ്റ് ആവാനായിട്ട് നോക്കും. വി ഹാവ് അവർ ഓൺ ഇമോഷൻസ്. നമ്മളുടേതായ ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്, കുറവുകളുണ്ട്, നമുക്ക് ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, വിഷമങ്ങളുണ്ട്, പെയിൻ ഉണ്ട്, ബോഡിയിൽ പെയിൻ വരാം, എല്ലാം അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും വരാം. അതുകൊണ്ട് നമുക്ക് എപ്പോഴും സൂപ്പർ ആവാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ ട്രാപ്പ്. സൂപ്പർ മദർ എന്നങ്ങനെ സൂപ്പർ മം എന്ന് പറഞ്ഞിട്ട് വേണ്ട വേണ്ട അതങ്ങ് അങ്ങനെ ഞാൻ ഇവിടെ പറയും. അവരെന്നെ കളിയാക്കാനായിട്ട് അങ്ങനെ പറയൂ കേട്ടോ. ഇറ്റ്സ് എ ട്രാപ്പ്. നമ്മൾ പിന്നെ അതാവാൻ വേണ്ടി എന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞത്, സോ ഞാൻ ടയേർഡായ ഒരു ഭാഗത്ത് ഇരിക്കാൻ പാടില്ല, ഞാൻ റെസ്റ്റ് ചെയ്തുകൂടാതെ നമ്മൾ പണിയെടുത്തോണ്ടിരിക്കും. സോ അപ്രൈസൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലും ക്ലാസ് റൂം ലെവലിലും ടീച്ചേഴ്സിനും കുട്ടികൾക്കും വേണം. അതൊരു പ്ലാനിന്റെ സക്സസ് തന്നെയാണ്. സക്സസ് ആയി കഴിയുമ്പോൾ ചില പണ്ടൊക്കെ കണ്ടിട്ടില്ലേ, സ്ഥലങ്ങളിലേക്കോ എവിടേക്കെങ്കിലും ആരാധനാലയങ്ങളിലേക്കൊക്കെ ശില്പികൾ വന്ന് പ്രതിമകളുണ്ട്. അവരുണ്ടാക്കി കഴിയുമ്പോൾ അവർക്കൊരു വിലയില്ലാത്ത പോലെ. പഴയ കാലത്തൊരു ഫ്യൂഡലിസ്റ്റിക് ചിന്താഗതിയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഭയങ്കര അവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് അവർക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കും. ഏത് രീതിയിലാണെങ്കിലും ഇപ്പൊ നമ്മള് വീട് പണിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ വീട് പണിത മെയിൻ മേസൺ ആശാരി, അദ്ദേഹത്തിനെ വളരെ റെസ്പെക്റ്റോടു കൂടി നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. അതാണ്. അപ്പൊ ആ ഒരു പ്ലാനിന്റെ സക്സസ് അത് അവരെ കാരണമാണ്. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ടുള്ള അപ്രൈസൽ കൊടുക്കുന്നതിന് വേണം. ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒക്കേഷൻ ആണ് കേട്ടോ. പുതിയ വേർഡ് ആ ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റിയിൽ വരുന്നുണ്ട്. ഔട്ട്കം പറഞ്ഞിട്ട് വരുന്നുണ്ട്, ജസ്റ്റിഫിക്കേഷൻ. ഇങ്ങനെ അതിന് നമുക്ക് ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സോട്ട് അനാലിസിസ് പറഞ്ഞു. ടീച്ചേഴ്സിന് സ്വയം ചെയ്യാം, ഇൻട്രോസ്പെക്ഷൻ ചെയ്യാം, സെൽഫ് അനാലിസിസ് ചെയ്യാം. അങ്ങനെ ഡെവലപ്പ് ആവാം. അവർക്ക് പല കാര്യങ്ങളും സക്സസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതിനവർക്ക് വേണ്ടുന്ന അപ്രൈസലും പ്രൊവൈഡ് ചെയ്യും. നമുക്കറിയാം, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹ്യൂമൻ റിസോഴ്സസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സ്റ്റുഡൻസ്. അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു വൈഡ് റിസോഴ്സസ് ആണ് അവര്. പല പല കഴിവുകളാണ്. ഓരോ കുട്ടിയെയും നോക്കിക്കഴിഞ്ഞാൽ പല കഴിവുണ്ട്. കുറേ കഴിവുള്ളവരുടെ ഒരു ഗ്രൂപ്പാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്, ഒരു ക്രൗഡ് തന്നെ. അത് പലപ്പോഴും ശരിയായ വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല അവരുടെ പൊട്ടൻഷ്യൽസ്, കഴിവ്. അപ്പൊ അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് കാരണമാകും, ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന് കാരണമാകും. ആ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്ന ടീച്ചർക്കും അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമായിരിക്കും. അതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക, അവരുടെ മാക്സിമം അവരുടെ ഔട്ട്കം കിട്ടുന്ന രീതിയിൽ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക, അവരുടെ സ്കിൽസ് നല്ലതുപോലെ ഡെവലപ്പ് ചെയ്യുക. ഏതൊരു പ്ലാനിന്റെയും സക്സസിന് ഹ്യൂമൻ റിസോഴ്സസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത്ര ആയിട്ടില്ലെന്ന് തോന്നുന്നേ. അതായത് നമ്മള് ഹ്യൂമൻ ബേബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ ബേബീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻകേപ്പബിൾ ആണ്. ജനിക്കുമ്പോ തന്നെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അനിമൽ ബേബീസ് പെട്ടെന്നാവും. പക്ഷെ ഇവരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും പൊട്ടന്റ് ഫോഴ്സ് വേറെ ഒന്നുമില്ല.
അത്രയും ശക്തിയുള്ള വേറൊരു സ്പീഷീസ് ലോകത്തില്ല മനുഷ്യരെ വെച്ച് നോക്കും. സോ അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓരോ എന്തിനും മനുഷ്യരെ തന്നെയാണ് ആവശ്യം. പലപ്പോഴും ലീസ്റ്റ് പ്രയോറിറ്റൈസ്ഡ് ചെയ്യുവാണ്, കുട്ടികൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല, അവരെ അങ്ങനെയുള്ള പ്രോഗ്രാംസിലേക്കൊന്നും അവരെ മുന്നോട്ട് കൊണ്ടുവരാതിരിക്കുക, ലീസ്റ്റ് പ്രയോറിറ്റൈസ്ഡ് ചെയ്യും. ഈ ഇങ്ങനെയുള്ള ഇൻഅപ്രോപ്രിയേറ്റ് യൂട്ടിലൈസേഷൻ അത് ശരിക്കും വേസ്റ്റേജ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറെ റിസോഴ്സസ് ഉണ്ടായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പോലെയാകും. ഓരോ വർഷവും ആ റിസോഴ്സസ് എങ്ങനെയൊക്കെയോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന പോലെയായിരിക്കും. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒരു സക്സസ് കഥ പറയാനില്ല, കുട്ടികൾക്കും ഒരു സക്സസ് എന്ന് പറയാനും ഇല്ല. അപ്പോൾ ശരിയായ രീതിയിൽ അവരെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ കുട്ടികളും അവരുടെ ലൈഫിൽ സക്സസ് ആവുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പേര് അവരുടെ റേറ്റിംഗും കൂടി വരും. ലീഡർഷിപ്പിന്റെ ലാക്ക് ഓഫ് വിഷണറി ലീഡർഷിപ്പ്, നമ്മളൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഓർഗനൈസ് ചെയ്യുമ്പോൾ, പ്ലാനിങ് ഒക്കെ നടത്തുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ലാതെ വരിക, അതും പലപ്പോഴും അവിടുത്തെ ഒരു സക്സസിനെ ബാധിക്കുന്ന കാര്യമാണ്. ആ ലീഡർഷിപ്പ് അതൊരു ടീച്ചറാണ് ചെയ്യുന്നതെങ്കിൽ ടീച്ചർക്ക് പ്രോപ്പറായിട്ട് ഉള്ളൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, മുന്നോട്ട് വന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള അത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സെഷൻ ഉണ്ടായിരിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ വരുമ്പോൾ ആ പ്ലാനിന്റെ എല്ലാ ഏരിയയിലും ഉള്ള ഫങ്ഷൻസിനെ അത് അതിന്റെ എഫിഷ്യൻസിയെ ഇൻക്രീസ് ചെയ്യും. പലപ്പോഴും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ലീസ്റ്റ് ബോധേർഡ് ആണ്. ഈ നല്ലൊരു ലീഡർ ഉണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും നല്ല പ്ലാനുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ചലഞ്ചസ് അവിടെ ഉണ്ട്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്ന ഒരാളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ആക്ടിവിറ്റീസ് അറ്റ് ക്ലസ്റ്റർ ആൻഡ് ബ്ലോക്ക് ലെവൽ. ചെറിയ ബേസ് ലെവൽ തുടങ്ങി ഹൈ ലെവലിലേക്ക് പലപ്പോഴും ഇംപ്രോപ്പർ പ്ലാനിങ് നടക്കാറുണ്ട്. പ്ലാനിങ് ഓഫ് ആക്ടിവിറ്റീസ്. ഞാൻ ഇന്നലെ ഒരു CBSE സ്കൂളിൽ പ്രിൻസിപ്പളായി വർക്ക് ചെയ്തിരുന്ന ഒരു ടീച്ചറെ പരിചയപ്പെട്ടിരുന്നു, പറവൂർ തന്നെയുള്ളത് കേട്ടോ. ഈ സ്കൂള് എനിക്ക് തോന്നുന്നു ഒരു 30 വർഷമെങ്കിലും മുകളിൽ പഴക്കമുള്ള ഒരു CBSE സ്കൂളാണ്. പറവൂരിന്റെ ആദ്യ കാലഘട്ടങ്ങളിലെ CBSE സ്കൂളാണ്. അവർക്ക് ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ക്ലോസ് ചെയ്തു. ടീച്ചർ പറയാണ്, ഞാൻ റിസൈൻ ചെയ്ത് പോരുമായിരുന്നു അവിടെ നിന്നിട്ട്. ടീച്ചർ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാം. നല്ല റെപ്യൂട്ടഡ് ആയിരുന്ന ഒരു CBSE സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്ത് ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് ടീച്ചർ പോയി നിന്നപ്പോ ഭയങ്കര എന്ത് പറ്റി അങ്ങനെ ചേച്ചി എന്ന് വിചാരിച്ചപ്പോ ടീച്ചർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, മാനേജ്മെന്റ് സ്കൂളിനെ ഒന്ന് നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു, കൂട്ടിക്കാനുള്ള എല്ലാം. കാരണം അവിടെ അഡ്മിഷൻ കുറഞ്ഞതൊക്കെ ഞാൻ എന്റെ കുട്ടികൾക്ക് അഡ്മിഷൻ നോക്കുന്ന സമയത്ത് ഈ സ്കൂളിനെ ഞാൻ അന്വേഷിച്ചപ്പോ അവിടെ ഇങ്ങനെ അഡ്മിഷൻ കുറഞ്ഞ് സ്കൂളിൽ ഇപ്പൊ പൂട്ടും എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോഴും കൂട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ കേട്ടില്ല. ടീച്ചർ പറഞ്ഞപ്പോഴാണ് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റിയത്. പലപ്പോഴും അങ്ങനെ പല പ്രശ്നങ്ങളും നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിന്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് പലപ്പോഴും ഇതുപോലുള്ള ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, എല്ലാം കൂടെ നമുക്ക് ഒരു ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല, പടിപടിയായി. കാരണം താന്നു പോയ ഒന്നിനെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരണം. അപ്പൊ ആ രീതി ടീച്ചറോട് അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കൂടെ അതിന്റെ ഒരു ബ്ലെയിം കിട്ടും, എന്റെ പേര് കൂടെ ചീത്തയാവും. അതുകൊണ്ട് ഞാൻ സ്വരം നന്നാവുന്നതിന് മുമ്പ് പാട്ട് നിർത്തുക എന്ന് പറയുന്ന പോലെ റിസൈൻ ചെയ്ത് പോകുന്നതിന് മുമ്പ്. ഇങ്ങനെ പല പ്ലാനിങ്സും താഴെ ബേസ് ലെവൽ തുടങ്ങിയുള്ള പ്ലാനിങ്സ് പല ഇതിന്റെയും ഇംപ്രോപ്പർ ആക്ടിവിറ്റീസിന്റെ പ്ലാനിങ് ഇംപ്രോപ്പർ ആകുന്നതിന്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു പ്രോപ്പർ അക്കാദമിക് പ്ലാനിങ് ഉണ്ടായിരിക്കണം. ക്ലസ്റ്റർ ലെവൽ തുടങ്ങി ബേസ് ലെവൽ തുടങ്ങി മുകളിലേക്ക് ടീച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ KG സെഷൻ ഉണ്ട്, LP സെഷൻ ഉണ്ട്, UP സെഷൻ, ഹൈസ്കൂള്, ചിലയിടത്ത് ഹയർ സെക്കൻഡറി ഉണ്ടാവുമായിരിക്കും. അപ്പൊ താഴെ ക്ലാസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഓരോ ലെവലിലും നല്ല രീതിയിൽ പ്ലാൻസ് കൊണ്ടുപോകും. എല്ലാ കുട്ടികൾക്കും അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തായാലും സ്കൂളിൽ ഉണ്ടാവും. അസസ്മെന്റുകൾ ഉണ്ടാകും, അവരെ വാല്യൂ ചെയ്യുന്ന, അവരുടെ പെർഫോമൻസ് വാല്യൂ ചെയ്യുന്ന പലതും ഉണ്ടാവും. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ബേസ് ലെവലിൽ നിന്ന് തുടങ്ങി ക്ലസ്റ്റർ ലെവലിൽ നിന്ന് തുടങ്ങി ബ്ലോക്ക് ലെവൽ വരെ. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ടീച്ചേഴ്സിന് അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കണം, അവർക്ക് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നടപ്പിലാക്കണം. ഇപ്പം
അക്കാദമിക് ഇയർ തീരാറായി, വെക്കേഷൻ ആകുമ്പോൾ ടീച്ചർമാർക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. വളരെ ചുരുക്കം സ്കൂളുകളിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് സെഷൻസ് വെക്കുന്നത്. പലപ്പോഴും ഒരു വഴിപാട് പോലെ അങ്ങനെ നടത്തി പോകുന്ന രീതിയിൽ ചില സ്കൂളുകളിൽ കാണാറുണ്ട്. പലപ്പോഴും അക്കാദമിക് പ്ലാൻ പ്രോപ്പർ ആവാത്തതിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ വരും. അതെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യാവുന്നത്. ഇതാണ് ശരിക്കും നമ്മളിത് പറഞ്ഞത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ പറ്റും, അതിന് ഒരു ഓൾട്ടർനേറ്റീവ്സ് എന്താണ്, അതിന്റെ ഔട്ട്കം എന്താണെന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു ടേബിളിൽ കണ്ടത്. ഇത് ഞാൻ എക്സാമിന് ചോദിക്കില്ല കേട്ടോ. ഈ ഒരു 7 ക്രിട്ടിക്സ് ഇതിൽ നിന്നും എക്സാമിനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് റെഫറൻസ് ആണ്. ഈ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് പോകുമ്പോൾ ഇത് നല്ലൊരു റെഫറൻസ് ആയിരിക്കും. ഇത് എക്സാമിന് ഉണ്ടാവില്ല, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്നും കൂടാതെ താഴെ കുറെ കാര്യങ്ങൾ, ഇത് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, അതാണ് നെക്സ്റ്റ് വരുന്നത്. ഈ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എംഫസൈസ് ചെയ്യണം, എന്തൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് കരിക്കുലറിലും കോ കരിക്കുലർ ഏരിയാസിലും നമുക്ക് പല കാര്യങ്ങളും, അതായത് അപ്ഡേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പഴയത് തന്നെ പിന്തുടർന്ന് വരാതെ പുതിയ പുതിയ രീതികളിലുള്ള, കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പുതിയ പുതിയ രീതികളിലുള്ള പ്ലാനിങ്സ്, കരിക്കുലം, അതായത് പഠനവും പാഠ്യേതര കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ടീച്ചർ ഇങ്ങനെ പറയണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഭയങ്കര ടൈറ്റാണ്. കാരണം ഗവൺമെന്റ് സ്കൂളിൽ പ്രത്യേകിച്ചും ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ടീച്ചർ പറയാ, കുട്ടികളെ മര്യാദയ്ക്ക് കുട്ടികളോട് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല, റിപ്പോർട്ട് എഴുതി മതിയാകും. അതൊക്കെ കറക്റ്റ് പ്ലാൻ ചെയ്യണം. ടീച്ചർമാർക്ക് പേപ്പർ വർക്കുകൾ കാരണം നിന്ന് തിരിയാൻ സമയം കിട്ടുന്നില്ല. അത് പല സ്കൂളുകളിലെയും ഗവൺമെന്റ് സ്കൂളുകളിലെ ടീച്ചർമാർ പറഞ്ഞിരുന്നു കേട്ടോ. പേപ്പർ വർക്ക് കാരണം ഭയങ്കര ബേർഡനായിരുന്നു. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ടീച്ചർക്ക് ക്ലാസ്സിൽ പോവുക, ക്ലാസ് എടുക്കുക, അവർക്കൊരു അസസ്മെന്റ് കൊടുക്കുക, പരീക്ഷ വരുമ്പോൾ അവരുടെ പേപ്പേഴ്സ് കറക്റ്റ് ചെയ്യുക, റിവിഷൻ കൊടുക്കുക. അതായിരുന്നു. ടീച്ചർമാർക്ക് 100 കൂട്ടം കാര്യങ്ങൾ, പേപ്പർ വർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരുടെ പേരുകൾ പലതിലും എൻ്റർ ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതാണ് അവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്ന് ഈ ടീച്ചർ പറയുന്നുണ്ടായി. കറക്റ്റ് കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും, അതായത് കരിക്കുലം സിലബസും കറക്റ്റ് ചെയ്യുക. അതായത് ഈ ഒരു ഇത്ര 10 മാസമാണ് ക്ലാസ് എങ്കിൽ ഈ 10 മാസത്തിൽ നമുക്ക് കുറെ അവധികൾ വരും. അതെല്ലാം കൂടെ കണ്ടെടുത്ത് ആ സിലബസ് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക. പിന്നെ സിലബസിലുള്ളത് കൂടാതെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു ടൈമും കുട്ടികൾക്ക് അവരുടെ അക്കാദമിക് ഇയറിൽ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് വേണം അക്കാദമിക് ഇയർ പ്ലാൻ ചെയ്യാനായിട്ട്. പിന്നെ പലപ്പോഴും മറ്റ് പല ആക്ടിവിറ്റീസ് ക്വാളിറ്റി എൻഹാൻസ്മെന്റിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അതായത് റെഡ് ക്രോസ്, സ്കൗട്ട്, ഗൈഡ്, പിന്നെ SPC അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അതിനുള്ള ഒരു സ്പേസ് ഇങ്ങനെയുള്ളത് ഇപ്പൊ SPC ഒക്കെ മിക്ക സ്കൂളുകളിലും ആ ഒരു രീതിയിൽ നടന്നു പോകും. അങ്ങനെ ഓർഗനൈസേഷൻ ഓഫ് ആക്ടിവിറ്റീസും ഈ ക്വാളിറ്റി എൻഹാൻസ്മെന്റ്. അപ്പൊ കുട്ടികളുടെ ഒരു SPC എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചൊരു ഡിസിപ്ലിൻ വരും. പിന്നെ സ്കൗട്ട്, ഗൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പല പ്രോഗ്രാംസും അതുപോലെ അവർക്ക് അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യേണ്ടതായിട്ട് വരും. പരീക്ഷയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു SPCക്ക്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാനിങ് നടത്തുമ്പോൾ, ഇങ്ങനെ ഒരു പ്ലാൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് 2 പേര്, അതായത് പ്ലാൻ ചെയ്യുന്നവരും ഈ ഒരു പ്രോഗ്രാമിലെ പാർട്ടിസിപ്പൻസും, അത് ഏത് ലെവലാണെങ്കിലും, താഴെ ലെവലാണെങ്കിലും മിഡിൽ ലെവലിലാണെങ്കിലും ടോപ്പ് ലെവലിലുള്ളതാണെങ്കിലും അവർക്ക് അതിനെക്കുറിച്ചെല്ലാം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഞാൻ SPCയുടെ കണ്ടിട്ടുണ്ട്. ഒരു സ്കൂളിൽ പോയപ്പോൾ SPCയുടെ ട്രെയിൻ ചെയ്യുന്ന ഒരു സാറ് ആ കുട്ടികളുടെ കുറച്ച് കംഫർട്ടബിൾ, അവർക്ക് ഏത് ടൈമിൽ വന്നാലാണ്, അവരുടെ സബ്ജക്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഏതൊരു ടൈമിൽ വന്നാലാണ് അവർക്ക് ഇതെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ സാർ അത് സെറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളും ഒരു ഔട്ട്സൈഡ് പ്രോഗ്രാം ആണല്ലോ അവിടെ നടത്തിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പൊ നമ്മളും അതുപോലെ തന്നെ കുട്ടികളുടെ അവേഴ്സ്, അതുപോലെ തന്നെ PT പീരീഡ് അവർക്ക് ഭയങ്കര ജീവനാണ്. ആ സമയത്ത് പോയി നമുക്ക് സെഷൻ ഒന്നും എടുക്കുന്നത് ശരിയല്ലല്ലോ. PT പീരീഡ് ഒക്കെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അങ്ങനെ കൺവീനിയൻസ് നോക്കി അങ്ങനെയും ചെയ്യുമായിരുന്നു. ഈ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുക, സൂപ്പർവിഷൻ, മോണിറ്ററിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദി എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് അത് ചെയ്യുന്നത് മോണിറ്റർ ചെയ്യാൻ. ഇപ്പൊ പലപ്പോഴും സ്കൂളുകളിലൊക്കെ ചെന്നാൽ കാണാം, ചിലപ്പോൾ ഒരു ദിവസം ഒരു സാറിനായിരിക്കും ഡ്യൂട്ടി, അങ്ങനെയൊക്കെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്.
അവരുടെ ആക്ടിവിറ്റീസ്, എന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിലും അത് മോണിറ്റർ, ഇപ്പം ഒരു എക്സിബിഷൻ പോലെ കണ്ടക്ട് ചെയ്യാണ്, ഫുഡ് ഫെസ്റ്റ് നടത്തുകയാണ്, അങ്ങനെ എന്താണെങ്കിലും അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുക, സൂപ്പർവിഷൻ കാണാൻ. ചിലപ്പോൾ വീഡിയോ കവറേജ് ഒരു ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടികളും ടീച്ചറും കൂടെ ആയിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നല്ല നമുക്കറിയാം കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല വാസ്റ്റ് റിസോഴ്സ് ഉള്ള ഒരു വലിയൊരു ക്രൗഡാണ്. അപ്പൊ അവരുടെ ടാലന്റും ഹാർഡ് വർക്കും നല്ല പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നു. ആ രീതിയിൽ പ്രോഗ്രാംസ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇവാലുവേഷൻ. ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തു, അത് എക്സിക്യൂട്ട് ചെയ്തു, അപ്പൊ അതിന്റെ റിസൾട്ട് കഴിഞ്ഞ് നമ്മളൊരു ഫീഡ്ബാക്ക് പറയൂലേ, അതിന്റെ ഇവാലുവേഷൻ റിസർച്ചും. ഇനി അത് നല്ല റിസൾട്ട് ആണെങ്കിലും അത് ഇനി നടത്തുമ്പോൾ ഇനി കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഇവാലുവേഷൻ ഒക്കെ നടത്തും. സ്റ്റുഡൻസിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് പ്രയോറിറ്റൈസ് ചെയ്യാം. സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും കുറെ ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്യാറുള്ളതല്ല, സ്റ്റുഡൻസിന്റെ ഡെവലപ്മെന്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാരന്റ് ആണെങ്കിൽ പോലും PTA നിങ്ങൾക്ക് ഇതെല്ലാം പറയാട്ടോ. അങ്ങനെ സ്റ്റുഡൻസിന്റെ ഡെവലപ്മെന്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, നമുക്കറിയാം ചെറിയ ലെവൽ തുടങ്ങിയുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്, അവിടെ മാൻ പവർ നല്ല രീതിയിൽ ആവശ്യമാണ്. ഞങ്ങളൊരു സ്കൂളിൽ ചെയ്തിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ക്ലാസ്സുകളിലേക്ക് നമ്മൾ ഹയർ ക്ലാസ്സിലെ കുട്ടികളെ വിടും, ചെറിയ പോർഷൻസ് പഠിപ്പിക്കാൻ. പിന്നെ അവർക്ക് ഉച്ചയ്ക്ക് നോൺ മീൽസ് കൊടുക്കുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ എൽഡർ സ്റ്റുഡൻസ് പോയിട്ട് നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെയാണല്ലോ, എൽഡേഴ്സ് യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവരൊരു മ്യൂച്വൽ ഇത്. അപ്പം ഈ യങ്സ്റ്റേഴ്സ് വലുതാവുമ്പോൾ അവരവരുടെ താഴെയുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. വി ആർ ഷോയിങ് ദം സംതിങ്, നമ്മളവരെ കാണിച്ചു കൊടുക്കുക, അവരത് തന്നെ ഫോളോ ചെയ്യും. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ ആ ഒരു നമ്മുടെ ടീച്ചർമാരെ ഡെവലപ്പ് ചെയ്യുന്ന മാത്രമല്ല, നമ്മുടെ പ്ലാനിങ്, കരിക്കുലത്തിലെ ആക്ടിവിറ്റീസ്, നോൺ കരിക്കുലത്തിലെ ആക്ടിവിറ്റീസ്, ഇതിനെല്ലാം ഡെവലപ്പ് ചെയ്യാൻ നമ്മൾക്ക് എന്താണ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത്. അപ്പൊ അതിന്റെ കുറെ ബ്രോഡ് ഏരിയാസ് ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആസ് എ ടീച്ചർ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ളതാണ്. ദർ ഇസ് നത്തിങ് ഫ്രം എക്സാം. എക്സാമിന് ഈ ഒരു അക്രട്ടിക്സ് തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ നിന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ എക്സാമിന്. ഞാനത് അങ്ങനെ എടുക്കാറില്ലേ, നമ്മൾക്ക് മനസ്സിലാകാനുള്ള ഒരു കൺസെപ്റ്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊന്നുമില്ല. എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങും അതിന്റെ മാനേജ്മെന്റും, അങ്ങനെ ഏത് ഏരിയയിലാണ് നമുക്ക് കൂടുതൽ ഡെവലപ്മെന്റ്, അതിന്റെ അനാലിസിസ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തേണ്ടത് എന്നുള്ളത്. പിന്നെ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് പ്ലാനിങ്, ക്ലാസ് റൂം മാനേജ്മെന്റ് ആൻഡ് ലേണിംഗ്. അതെന്ന് പറയുമ്പോൾ ടീച്ചർ ആയിരിക്കും അതിന്റെ ഇൻചാർജ്. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ ടീച്ചേഴ്സും HM കൂടെ വരുന്ന രീതിയിൽ. പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ആ ബോർഡായിരിക്കും എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. അങ്ങനെ നമ്മൾ ഓരോ ഏരിയ മുകളിൽ നിന്ന് തുടങ്ങി ആ ഒരു ഹൈറാർക്കി, മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് താഴേക്ക് കാണിക്കുക. പിന്നെ അതൊരു സ്കൂളായി, പിന്നെ അത് ക്ലാസ് റൂമായി, പിന്നെ അവിടെ പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓരോരോ ക്ലാസ് റൂം, 10 ക്ലാസ് റൂം ഉണ്ടെങ്കിൽ ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യുന്ന ടീച്ചർമാരുണ്ടാവും, ക്ലാസ് ടീച്ചർ ആയിരിക്കാം. പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ടീച്ചിങ് ആൻഡ് ഇവാലുവേഷൻ. പിന്നെ ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് അത് നല്ല ബൗണ്ടഡ് ആയിരിക്കണം. അതിന് സ്കൂളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, കഴിഞ്ഞ ദിവസം സ്നേഹ നമുക്കത് നല്ല ഭംഗിയായിട്ട് തന്നെ സെമിനാർ എടുത്തു തന്നു. എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേ രീതിയിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, അവരുടെ എന്തെങ്കിലും സ്പെഷ്യൽ കൺസേൺസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവർ പ്രത്യേകം കെയർ ചെയ്ത് അവർക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ കരിക്കുലം പ്ലാനിങ്, അങ്ങനെ അതർ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നതിന്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ടെക്നിക്സ്, അത് ആ ടീച്ചറുടെ, ക്ലാസ് ടീച്ചറുടെ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ അപ്പോഴുള്ള ടീച്ചറുടെ മിടുക്ക് പോലെ ഇരിക്കും. ക്ലാസ് റൂം മാനേജ്മെന്റ് ടെക്നിക്സ് ഞാൻ പറഞ്ഞു തരുന്ന ഒരു ടീച്ചറെ കുട്ടികള് ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തു, ടീച്ചർ റിസൈൻ ചെയ്തു എന്നുള്ളത്, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ടീച്ചർ കുട്ടികളോട് എന്താ നിങ്ങൾ പഠിക്കാത്ത, 10ാം ക്ലാസ്സിലെ കുട്ടികൾ CBSE സ്കൂളിൽ പഠിക്കാത്തതെന്ന് ചോദിച്ചതിനാണ് നീ ആരാടി ചോദിക്കാൻ ടീച്ചറോട് ചോദിച്ചു. ടീച്ചർ അങ്ങോട്ട് പെട്ടെന്നുള്ള ഷോക്കായി പോയത്. കുട്ടികളെല്ലാം കൂടെ ടീച്ചറെ പിന്നെ ഖുറാവ് ചെയ്തു. ടീച്ചർ പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി അതോറിറ്റീസിന് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞു. ടീച്ചർ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പൊ തന്നെ റെസിഗ്നേഷൻ എഴുതി മാനേജ്മെന്റ് കൊടുത്തു. അങ്ങനെ കോട്ടയത്താണ് ഒരു സംഭവം കേട്ടോ.
എനിക്ക് അറിയാവുന്ന ഒരു ടീച്ചറാണ്. അങ്ങനെ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ടെക്നിക്സ് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നല്ലേ? ഈ ടീച്ചർ വന്നിട്ട് ഈ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോ ഉണ്ടല്ലോ ഫ്ലവേഴ്സ് ചാനലില്, നമ്മൾ തമിഴ് നല്ല എന്റെ പേര്. അവിടെ ഇങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ എന്തോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തോ സംസാരിക്കാനായിട്ട് പോയപ്പോ ഈ സംഭവം പറയണം എന്ന് വിചാരിച്ച് ടീച്ചർ പോയതാണ്. പക്ഷെ അവിടെ ടീച്ചേഴ്സിനെ സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചർ പറയാ എനിക്ക് പറയണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്നോട് അത് പറഞ്ഞ ആ പയ്യനൊരിക്കുന്നു സ്റ്റുഡൻസിന്റെ ഭാഗത്ത്. കാരണം ടീച്ചർ പറഞ്ഞില്ല. അപ്പൊ ടീച്ചർ പറയാ യൂണിവേഴ്സ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തു, അത് അവിടെ പറയണ്ട എന്ന് അതിന്റെ ഒരു ഇതായിരുന്നു അവനവിടെ ഉണ്ടായിരുന്നു. ടീച്ചർ പറയുകയായിരുന്നു. ടീച്ചർ എത്രയോ കുറേ 10-30 വർഷത്തിനടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറാണ്. ടീച്ചർക്ക് അപ്പൊ എന്ത് വിഷമമുണ്ടായിരുന്നു കാണൂല്ലേ? അത്രയും വർഷം വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ട വന്ന സന്തോഷത്തോടു കൂടെ അവർ അവിടെ നിന്ന് ഇറങ്ങിയില്ലല്ലോ, റിസൈൻ ചെയ്ത് ഇറങ്ങേണ്ടതായിട്ട് വന്നു. പിന്നെ ഹെഡ് ടീച്ചറുടെ റോള്, ഞാനൊരു 10 ക്വസ്റ്റ്യൻ അസൈൻമെന്റ് നിങ്ങൾക്ക് തന്നിരുന്നു. നമ്മൾ കുറെ ടീച്ചേഴ്സിനെ കുറിച്ചും സ്കൂളിനെ കുറിച്ചും പ്രീ സ്കൂൾ ടീച്ചറിനെ കുറിച്ചും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി. പിന്നെ നിങ്ങളോട് 3 ബുക്ക് റിവ്യൂ ചെയ്ത് അതിന്റെ വായിച്ച് റിവ്യൂ എഴുതാൻ പറഞ്ഞു. അത് ഞാൻ മേടിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് വെച്ചിട്ട് എഴുതിയാൽ മതി എന്നൊക്കെ. അങ്ങനെ ഓരോ ബുക്കിലും ഹെഡ് മാസ്റ്ററുടെ റോൾ എന്താണ്, ടീച്ചർമാരുടെ റോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. റോൾ ഓഫ് ടീച്ചർ ഇൻ സ്കൂൾ, അതുപോലെ തന്നെ മറ്റു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നവര്, കുട്ടികള്, പാരന്റ്സ്, സൊസൈറ്റിയുടെ മറ്റ് ആളുകള്, ടീച്ചേഴ്സ്, മറ്റ് സ്റ്റാഫ് എല്ലാമാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറ്റ് സ്കൂൾ ലെവൽ എഡ്യൂക്കേഷൻ. ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ലീഡർഷിപ്പ് ടീച്ചർ തന്നെയാണ്. അപ്പൊ ഒരു ടീച്ചർക്ക് എടുക്കേണ്ട റോള് വളരെ കൂടുതൽ തന്നെയാണ്. മാനേജ്മെന്റ് ഓഫ് സ്കൂൾ റെക്കോർഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ സ്കൂൾ. നമുക്കറിയാം ഒരു അക്കാദമിക് ഇയറിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ സ്കൂളിന്റെ ആ റെക്കോർഡ്സ് നടന്ന പല ആക്ടിവിറ്റീസിന്റെയും സ്കൂൾ റെക്കോർഡ്സിന് എത്ര അഡ്മിഷൻ എടുത്തു, എത്ര പേര് TC വായിച്ചു പോയി, എത്ര പേര് പാസ് ഔട്ട് ആയി പോയി, കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഒരു സ്കൂളിന്റെ. സ്കൂൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ അശ്വതി മിസ് എടുത്തിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ടീച്ചേഴ്സ് എല്ലാം. പാർട്ട് 4 ഉണ്ട് കുറെ. പിന്നെ ഈ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ, നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്, കാലഹരണപ്പെട്ട മെത്തേഡ് ഒക്കെ ആയിട്ട് പ്ലാനിങ് ഓർഗനൈസേഷൻ ചെയ്യുന്നതിനേക്കാളും പുതിയ ഡെവലപ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്യാം എന്നുള്ളത്. പിന്നെ കുറെ കാര്യങ്ങളാണ്. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യിക്കുക. അതിന് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്ത ഹ്യൂമൻ റിസോഴ്സസ് സ്റ്റുഡൻസ് ആണ്. പിന്നെ ടീച്ചർമാര് ഇങ്ങനെ നല്ല ട്രെയിനിങ് കൊടുക്കുകയും വേണം, അവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സസിന് നമ്മൾ പറഞ്ഞ സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ എന്താ പറയുക, അവരുടെ പൊട്ടൻഷ്യൽ കണ്ടെത്തി അവരെ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള ആ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് ടീച്ചർമാർ തന്നെയാണ്. പ്രൈം ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ആ ടീച്ചർമാർക്ക് അതിന് പറ്റണം, ആ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യണം, ഗ്രൂം ചെയ്യണം, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലേണിംഗ് എന്ന് പറയുന്നത് അത് ഒരു പ്രാക്ടിക്കൽ തന്നെയായിരിക്കണം, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരിക്കണം. തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് പ്രൊസീജിയർ ആയിരിക്കും. കുട്ടികളെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം. മോണ്ടിസോറി മെത്തേഡിൽ ത്രൂ എക്സ്പീരിയൻസസ് ആൻഡ് എക്സസൈസസ് ആണ് അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തന്നെ അവിടെ വരണം. അതാണ് പറയുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന കുട്ടികൾ പല കാര്യങ്ങളും മനസ്സിലാക്കണം. ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും സോഴ്സിൽ നിന്നും കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസം മോന്റെ ഫ്രണ്ട് കൂടി മലയാളം അസൈൻമെന്റ് എഴുതുവാട്ടോ. എന്തോ ഒരു കൺസെപ്റ്റ് കൊടുത്തിട്ട് ആശയം വിശദമാക്കാന്ന് എഴുതും. ഇത് രണ്ടുപേരും കൂടി ഗൂഗിള് സെർച്ച് ചെയ്തിട്ട് എഴുതുന്നു. ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് എഴുതണ്ടല്ല, നിങ്ങളുടെ സ്വന്തം തോട്ട്സ് ആണ് വരേണ്ടത്. ആശയം വിശദമാക്കാന്ന് അതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കി എന്നുള്ളത്. അപ്പൊ അവര് പറയും എന്നോട്, ഞങ്ങളുടെ തോട്ട്സ് ആകെ 2 സെന്റൻസേ ഉള്ളൂ, പക്ഷെ ടീച്ചർക്ക് കുറെ വേണം, അതുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതാണ്. കുട്ടികൾക്ക് ഇപ്പൊ ടെക്നോളജി ഇല്ലാതെ ഒന്നും അവർക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലായി. അപ്പൊ ചിന്തിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ചില കേസസിൽ അവരുടെ തോട്ട് പ്രോസസ്സ് കുറച്ച് ഇനാക്റ്റീവ് ആയി പോകുന്നുണ്ടോ എന്ന് എനിക്കിങ്ങനെ ഒരു സംശയം തോന്നി. നമ്മളൊക്കെ മലയാളം പഠിച്ചിരുന്ന സമയത്ത് ഒരു കൺസെപ്റ്റ് ഒരു ഇത് കാണുമ്പോൾ നമ്മൾ കുറെ ചിന്തിച്ച് നമ്മൾ കുറെ എഴുതി വെക്കുമായിരുന്നു. കോംപ്രിഹെൻഷൻ അല്ലെ, അങ്ങനെ എഴുതി വെക്കുക.
പക്ഷെ ഇത് അവര് എല്ലാത്തിനും ഗൂഗിളിന്റെ ഹെൽപ്പ് നേടുവാണ്. AI അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അതിന്റെയൊക്കെ ഹെൽപ്പ് തരണം. ചിലപ്പോ നല്ലതായിരിക്കാം, ചിലപ്പോ കുട്ടികളുടെ ചിന്ത എത്ര കുറഞ്ഞു പോകുമെന്നൊക്കെ എനിക്കൊരു സംശയം. അപ്പൊ നല്ലൊരു ഔട്ട്കം വേണമെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തന്നെ വേണം. ഓക്കെ, അത് ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഇന്ററാക്ഷൻ അത് നല്ല ഹെൽത്തി ആണെങ്കിലാണ് നമുക്ക് ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സ്മൂത്ത് ആവുള്ളൂ. അപ്പൊ കുറച്ചു മുമ്പ് ഒരു റിസൈൻ ചെയ്തൊരു ടീച്ചറുടെ കേസ് പറഞ്ഞല്ലോ. നമ്മുടെ ടീച്ചറും കുട്ടികളും തമ്മിൽ ആ ഒരു റാപ്പോ ഇല്ല, ആ ഒരു ബന്ധമില്ല, ആ ഒരു നല്ലൊരു കണക്ഷൻ ഇല്ല എന്ന് പറയാം. ഇമോഷണൽ കണക്ഷൻ എന്നാണ് അവര് പറയണേ, അങ്ങനെ പറയാം. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു പ്രോബ്ലം ആയിട്ടൊക്കെ വരുന്നത്. ശരിക്കും ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് വേണം. നല്ലൊരു ലേണിംഗ് ഔട്ട്കംസ് ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോൾ പല ക്വാളിറ്റീസും നമുക്ക് മാസ്റ്റർ ചെയ്തെടുത്താലാണ് നല്ലൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗിലൂടെ ഇന്ററാക്റ്റീവ് സെഷനിലൂടെ പോകുള്ളൂ. ടീച്ചറെ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഗ്രൂം ചെയ്തെടുക്കുമ്പോൾ ടീച്ചർ കേപ്പബിൾ ആകുന്നു കുട്ടികളുടെ പൊട്ടൻഷ്യൽ കണ്ടെത്താനും അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാനും, അവരെ ട്രിഗർ ചെയ്ത് അവരുടെ മാക്സിമം എനർജി, അവരുടെ മാക്സിമം എബിലിറ്റീസ് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇതിനകത്ത് ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, പാരന്റ്സും ടീച്ചേഴ്സിന്റെ PTA ഇമ്പോർട്ടൻസ് പറഞ്ഞു, സ്കൂളിൽ തന്നെ ടീച്ചേഴ്സിന്റെ ഒരു കമ്മിറ്റി അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ഒരു ടീച്ചർ എന്തെല്ലാം റോൾസ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു, പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞു, പിന്നെ എന്തൊക്കെ രീതിയിലുള്ള അനാലിസിസ് നമുക്ക് നടത്താം, അസസ്മെന്റിന്റെ അനാലിസിസ് എങ്ങനെ നടത്താം, ചലഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിച്ച് ക്രിട്ടിക്സ് അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, പിന്നെ ഇക്വിറ്റി ഇക്വാലിറ്റി. എക്സാമിന് കൂടുതൽ വരുന്ന ഒരു പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റിനെ പറ്റി ചോദിക്കും കേട്ടോ. ടൈം മാനേജ്മെന്റ് അത് ഐസക് പിറ്റ്മാനെ കുറിച്ച് നല്ലപോലെ ഓർത്ത് വയ്ക്കാം. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓർക്കുക. പിന്നെ ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ ഇക്വിറ്റി ഇക്വാലിറ്റി അത് ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. പിന്നെ സോട്ട് അനാലിസിസ്, എന്താണ് സോട്ട് അനാലിസിസ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇതുണ്ടാവും കേട്ടോ. പിന്നെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ഗോള്, ഇത്രയുമാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ ചാപ്റ്ററിൽ ഉണ്ടാവുക. പക്ഷെ ആസ് എ ടീച്ചർ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അത് എക്സാമിന് ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ളതാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആ ചാപ്റ്റർ. നെക്സ്റ്റ് ഞാൻ ഇൻട്രോ ചെയ്ത് വെക്കാം. എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ യൂണിറ്റ് 5 ആണ്. അപ്പൊ ഇതില് ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ കുറേ ഉണ്ട്. ഈ സെമിനാർ എടുക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ എല്ലാം കൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം. അങ്ങനെ സെമിനാർ എടുക്കാം. ഓരോന്നും സെപ്പറേറ്റ് എടുത്തിട്ട് അങ്ങനെയും സെമിനാർ ചെയ്യാം. അതൊക്കെ ഇറ്റ്സ് അപ് ടു യു. എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സൂപ്പർവിഷൻ അല്ലെങ്കിൽ സൂപ്പർവൈസറിന് പകരം ഇൻസ്പെക്ഷൻ ആയിരുന്നു. ഇൻസ്പെക്ഷൻ ഒരു ചാപ്റ്റർ ഉണ്ട്, അശ്വതി ടീച്ചർ എടുത്തോന്ന് എനിക്കറിയില്ല, അതുണ്ട്. ഇൻസ്പെക്ഷൻ ആയിരുന്നു അന്ന്. ടീച്ചേഴ്സ്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, സ്കൂൾ ക്ലാസ് റൂം ക്ലീൻ ചെയ്യുന്നു, സ്കൂൾ ക്ലീൻ ചെയ്യുന്നു, ഞങ്ങളെ കുറെ സാധനങ്ങൾ പഠിപ്പിച്ചിരുന്നു. നല്ലപോലെ നീറ്റായിട്ട് യൂണിഫോം ഇട്ട് വരണമെന്ന് പറയുമ്പോൾ എല്ലാവരും വിളിച്ചു വൃത്തിയായിട്ട് അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് തരുന്നു. നല്ല കുറെ ക്വസ്റ്റ്യൻസ് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് ആ പഠിച്ചവരെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ ഇരുത്തുന്നു. അങ്ങനെ ഭയങ്കര ബഹളം കാണുന്ന ഒരു സംഭവമായിരുന്നു ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ വന്നു കഴിയുമ്പോൾ നമ്മളും പേടിച്ചിങ്ങനെ ഇരിക്കും. പക്ഷെ വരുന്ന ഇൻസ്പെക്ടർ ചിലതൊന്നും അത്ര അങ്ങനെ നമ്മളെ പേടിപ്പിക്കുന്ന ആളൊന്നുമല്ല. ക്ലാസ് റൂമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലും കാഷ്വലി ചോദിക്കും, എന്നിട്ട് അവരങ്ങ് പോകും സ്കൂളിന്റെ. എന്നിട്ട് അവര് റിപ്പോർട്ട് എഴുതി കൊടുക്കും എഡ്യൂക്കേഷൻ ബോർഡിലേക്ക്. സ്കൂളിലെല്ലാം പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത് അങ്ങനെ എന്തോ വെച്ചിട്ടാണ് അവര് റിപ്പോർട്ട് ചെയ്തത്. നമ്മളുടെ സ്കൂള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കൂടുതൽ സ്കൂളുകൾ വന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു അല്ലെ. അപ്പൊ അവരുടെ ഒരു സ്റ്റൈൽ അനുസരിച്ചാണ് ഈ അന്ന് സ്കൂളിലെ പല കാര്യങ്ങളും നടന്നിരുന്നത്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകാധിപതികളായിരുന്നു, ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ആയിരുന്നു അവര്. അപ്പൊ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിലെല്ലാം ഈ ഓട്ടോക്രാറ്റിക് നേച്ചർ തന്നെ വന്നു. അപ്പൊ അന്ന് ഇതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ ആയിരുന്നു, ഇൻസ്പെക്ടർ.
ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ ആയിരിക്കും സ്കൂളിന്റെ കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് വരും. അപ്പൊ അത്രയും ടഫായിരുന്നു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഡിസിപ്ലിൻ, ആ ഒരു രീതിയിലായിരുന്നു. ഒരു 19th സെഞ്ചുറിയിലെല്ലാം യൂറോപ്യൻ കൺട്രീസിലെല്ലാം ഈ രീതിയിലുള്ള ഒരു ഇൻസ്പെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ്, ഒരു ഒറ്റ അതോറിറ്റി ആയിരിക്കും, അയാളുടെ ഡിസിഷൻ ആയിരിക്കും. ഓട്ടോക്രാറ്റിക്, അയാളാണ് എല്ലാം തീരുമാനിക്കുന്നത്. അങ്ങനെ ഇല്ലോജിക്കൽ, ഒട്ടും ലോജിക്കൽ അല്ലാത്ത പല കാര്യങ്ങളും ആയിരിക്കും. അതേസമയം ഡെമോക്രസി ആണെങ്കിലും പലരുടെയും അഭിപ്രായങ്ങൾ, ഡിസ്കഷൻസ് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആ രീതിയിൽ അങ്ങനെ പോകും. ആ രീതിയിലായിരുന്നു അതിന്റെ നേച്ചർ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു 3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് കാലത്തെ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ്, ഓട്ടോക്രാറ്റിക് ആൻഡ് ഇല്ലോജിക്കൽ. ആ ഒരു എഡ്യൂക്കേഷൻ സൂപ്പർവിഷന്റെ ആ ഒരു പാരഗ്രാഫിൽ ഏകദേശം മിഡിലിനായിട്ട് അത് വരുന്നുണ്ട്. ഞാൻ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് അതിന്റെ ഫീച്ചേഴ്സ്. പണ്ടത്തെ ഒരു നേച്ചർ എന്ന വേർഡ് ഇൻസ്പെക്ടറിനായിരുന്നു യൂസ് ചെയ്യുന്നത്. പിൽക്കാലത്തേക്ക് ആ ഒരു ഡെമോക്രാറ്റിക് രീതിയായി മാറിക്കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ എന്നുള്ളത് സൂപ്പർവൈസർ ആയിട്ട് മാറി. ഇൻസ്പെക്ടർ അല്ല നല്ലത്, സൂപ്പർവിഷൻ ആണ് നല്ലത്. സൂപ്പർവൈസർ, അത് ചെയ്യുന്ന വ്യക്തി, അതൊരു പക്ഷേ പുറത്തുനിന്ന് നമ്മൾ ഒരാളെ ഹയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ സ്കൂളിലെ തന്നെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആകാം, ചോദി, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, ഹൂവർ ഇറ്റ് ഈസ്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹെഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഓൾഡ് ഫാഷൻ മെമ്മറി, പണ്ട് നോൺ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു, അന്നായിരുന്നു ഈ അതോറിറ്റേറ്റീവ്, ഓട്ടോക്രാറ്റിക്, അതുപോലെ തന്നെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻസ്പെക്ഷൻ രീതി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറി ഡെമോക്രാറ്റിക് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറിയപ്പോൾ ഈ ഇൻസ്പെക്ടർക്ക് പകരം സൂപ്പർവൈസർ എന്നുള്ളതായി മാറി. അന്ന് ഇൻസ്പെക്ടർ ഭയങ്കര പവറുള്ള ഒരാളായിരുന്നു, അത് നല്ല ദ്രോഹവും ചെയ്യുന്ന ആളായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു വന്നത്. 20th സെഞ്ചുറി ആയപ്പോഴേക്കും, 20th സെഞ്ചുറിയുടെ തുടക്കത്തില് സൂപ്പർവിഷനായിട്ട് അത് മാറി. ചില കമ്മീഷൻസ്, എഡ്യൂക്കേഷനിലെ ചില കമ്മീഷൻസ് ഒക്കെ വന്നു. അവരാണ് ഇൻസ്പെക്ഷൻ പൊത്താരി കമ്മീഷൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ വന്നു, ഇൻസ്പെക്ഷൻ വേണ്ട, സൂപ്പർവിഷൻ മതി എന്നുള്ള രീതിയിൽ മാറ്റുന്നത്. അപ്പൊ സ്ട്രിക്റ്റ്, അപ്പൊ ഇങ്ങനെയൊരു ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട്, റിജിഡ് ആയിട്ട് ഉണ്ടായിരുന്നതെല്ലാം ഷിഫ്റ്റ് ചെയ്ത് ഒരു ഡെമോക്രാറ്റിക് സൂപ്പർവിഷൻ, റിജിഡ് ആയിട്ടുണ്ടായിരുന്ന ഇൻസ്പെക്ഷൻ ഷിഫ്റ്റ് ചെയ്ത് ഡെമോക്രാറ്റിക് സൂപ്പർവിഷൻ ആയിട്ട് മാറി. എല്ലാം പുതുതായി. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കുറച്ചുകൂടി നല്ല ഫ്ലെക്സിബിൾ ആയി, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ മാറി ഈ സൂപ്പർവിഷൻ എന്നുള്ള രീതിയിലായപ്പോൾ കുട്ടികൾക്കും അതിൻ്റെതായ റിഫ്ലക്ഷൻസ് കിട്ടി തുടങ്ങി. സൂപ്പർവിഷൻ, ഇനി സൂപ്പർവിഷൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ആ ഒരു കൺസെപ്റ്റിനകത്ത് കാണാം കുറെ ആളുകൾ ഈ എഡ്യൂക്കേഷനെ പറ്റി റിലേറ്റഡ് ആയിട്ട് ബുക്സ് ഒക്കെ എഴുതിയിട്ടുള്ള പല ഓതേഴ്സും സൂപ്പർവിഷന് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻസ് നമുക്ക് കാണാം. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു ഇന്ററാക്ഷൻ ആണ് ബിറ്റ്വീൻ അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസ്. നമ്മൾ ആദ്യമായിട്ട് ടീച്ചറായിട്ട് ജോലി കിട്ടിയ ഒരു സ്കൂളിൽ പോവാന്ന് വിചാരിച്ചു. നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് ഒരു ടീച്ചർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ വരുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചർ, ചിലപ്പോൾ എച്ച്എം തന്നെയാകാം, മുന്നോട്ട് വന്നിട്ട് നമ്മളെല്ലായിടത്തും പരിചയപ്പെടുത്തും. ക്ലാസ്സിൽ പോയി പരിചയപ്പെടുത്തും, മറ്റു ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്തും, മറ്റു സ്റ്റാഫിനെ പരിചയപ്പെടുത്തും. അങ്ങനെ ഒരു രീതിയിൽ ഒരു സപ്പോർട്ട്, ഒരു നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടാറുണ്ടല്ലേ. അപ്പൊ ചിലപ്പോ ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആകാം. ഒരു ടീച്ചർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ സോർട്ട് അനാലിസിസ് നോക്കുവാണെങ്കിൽ ടീച്ചർക്ക് ചിലപ്പോൾ സ്ട്രെങ്ത്തും ഉണ്ടാവും, വീക്ക്നെസ്സും ഉണ്ടാവുമായിരിക്കും. അപ്പൊ ടീച്ചറുടെ വീക്ക്നെസ് എന്താന്ന് ഒരു സൂപ്പർവൈസർ മനസ്സിലാക്കി, ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ടീച്ചറുടെ വീക്ക്നെസ് എന്ന് വിചാരിച്ചു. അപ്പൊ ടീച്ചറുടെ ആ വീക്ക്നെസ് ഓവർകം ചെയ്ത് അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കണം സൂപ്പർവൈസർ എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, പോസിറ്റീവ്സ് എപ്പോഴും ഉറക്കെ പറയാ, നെഗറ്റീവ് എപ്പോഴും പതുക്കെ പറയാ. സൂപ്പർവൈസർ ആ ടീച്ചറുടെ ഷോർട്ട് കമന്റ്സ്, ആ ടീച്ചറുടെ കുറവുകളെ മറ്റുള്ളവരോട് പറയാതെ അത് ഓവർകം ചെയ്യാനായിട്ട് ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം ഈ ഒരു സൂപ്പർവൈസർ. ടീച്ചറെ അപ്രൈസ് ചെയ്യുന്നു മറ്റുള്ളവരുടെ മുന്നിൽ, ടീച്ചർക്ക് നല്ല ക്വാളിറ്റീസ് ഉള്ളതിനെ അപ്രൈസ് ചെയ്യുന്ന ഒരാളും ആയിരിക്കും. ഇനി പല ആളുകളും കുറെ ഓതേഴ്സിന്റെ ഡെഫിനേഷൻസ് വരുന്നുണ്ട് കേട്ടോ. ആഡംസ് ആൻഡ് ഡിക്കി, DICKEY ആണ് കൺസെപ്റ്റ് എന്നുള്ള പാരഗ്രാഫ് വരുന്നതാണ്.
സൂപ്പർവിഷൻ ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 4-5 പേരുടെ ഒരു ഡെഫിനിഷൻ വരുന്നുണ്ട്, പക്ഷെ എല്ലാരും എത്തി നിൽക്കുന്നത് ഒരേ ആൻസറിൽ തന്നെയാണ് കേട്ടോ. സോ ആഡംസ് ആൻഡ് ഡിക്കി പറയുന്നത് സൂപ്പർവിഷൻ ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള നല്ല പ്ലാനിങ്ങിൽ പോകുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ബാർ ആൻഡ് ബർട്ടൺസ് അവര് പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രെയിംവർക്ക് ആണ്. അതായത് പ്രീ പ്രോഗ്രാംസ് വരുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ്. എന്തിനാണ്? ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യാൻ. നല്ല ടീച്ചിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. കുട്ടികൾ നല്ല പ്രൊഡക്റ്റീവ് ആയിരുന്നു. അതാണ് ബാർ ആൻഡ് ബർട്ടൺ പറയുന്നത്. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്കൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അവർ പറയുന്നത് സൂപ്പർവിഷൻ കുറെ പ്രോഗ്രാംസിന്റെ ഒരു ഫ്രെയിംവർക്ക് ആണ്. ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഫ്രെയിംവർക്ക്. കിംപാൾ പറയുന്നത്, കിംപാളിന്റെ ബുക്കാണ് സൂപ്പർവിഷൻ ഫോർ ബെറ്റർ സ്കൂൾസ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അദ്ദേഹം ആ ബുക്കിൽ പറയുന്നുണ്ട് സൂപ്പർവിഷൻ ഒരു സർവീസ് ആണ്, സർവീസ് ആക്ടിവിറ്റിയാണ്. ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ, അവരുടെ ജോലി നല്ല ബെറ്റർ ആയിട്ട് അവരുടെ ജോലി ചെയ്യാനായിട്ട് ടീച്ചർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർവീസ് ആക്ടിവിറ്റിയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഇനി ഹാരോൾഡ് സ്പിയേഴ്സ് അദ്ദേഹം പറയുന്നത് സൂപ്പർവിഷൻ ഒരു സർവീസ് ആണ്, എഡ്യൂക്കേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ. എഡ്യൂക്കേറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സിനെ. അതായത് ഞാൻ പറഞ്ഞ എല്ലാവരും ചേർന്നത് ആൻസർ ഒന്ന് തന്നെയാണ്. എഡ്യൂക്കേഷണൽ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനെയും അവരുടെ ജോബ് ബെറ്റർ ആക്കാനുള്ള ഒരു സർവീസ് തന്നെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഇനി ബെർണാർഡ് ആൻഡ് ഗുഡിയർ അവർ പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർവെൻഷൻ ആണ്. ഒരു ഇന്റർവെൻഷൻ അത് സീനിയർ മെമ്പറായിട്ട്, പ്രൊഫഷണലില് സീനിയർ മെമ്പറായിട്ടുള്ള ഒരാള് ഒരു ജൂനിയർ മെമ്പർക്ക് കൊടുക്കുന്ന നല്ലൊരു സപ്പോർട്ട്, ഒരു ഇന്റർവെൻഷൻ ആണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ HM അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ നടത്തുന്ന ഒരു ഇന്റർവെൻഷൻ. അത് ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം, കുറെ ടൈം പീരീഡിലേക്ക് ഉണ്ടായിരിക്കാം. കാരണം ആ ടീച്ചർ നല്ല രീതിയിലൊന്ന് ആകാൻ വേണ്ടിയിട്ട്, പുതിയതായി വന്നൊരു ടീച്ചറാണെങ്കിൽ ടീച്ചർ ആ അറ്റ്മോസ്ഫിയർ ആയിട്ടൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ്സ് ഓവർ ടൈം അങ്ങനെ പോവാം. ഒരു നല്ലൊരു ജൂനിയർ മെമ്പേഴ്സിന്റെ നല്ല രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സീനിയേഴ്സിന്റെ ഇന്റർവെൻഷൻ ആണ് സൂപ്പർവിഷൻ എന്നാണ് ബെർണാർഡ് ഗുഡിയർ പറഞ്ഞത്. ഈ ഡഗ്ലസ് പറഞ്ഞത് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോർഡിനേറ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ടീച്ചേഴ്സിന്റെ ഗ്രോത്ത്. എല്ലാരും പറയുന്നത് തന്നെയാണ്. ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യിക്കുക, ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യിക്കുക, ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യിക്കുക, ടീച്ചേഴ്സിന്റെ ഗ്രോത്ത്, അവരുടെ ഗ്രോത്ത് ബോത്ത് ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി നല്ല പോലെ അവര് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരുടെ ജോലിയിൽ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് കൊടുക്കുക. അതാണ് ഡഗ്ലസ് പറഞ്ഞത് സൂപ്പർവിഷനെ കുറിച്ച്. അങ്ങനെയാകുമ്പോൾ അവർക്ക് അവരുടെ ജോലി നല്ല ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും, കുട്ടികളെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, വഴി കാണിക്കാനായിട്ട് പറ്റും. അങ്ങനെയാകുമ്പോൾ നല്ല സൊസൈറ്റിക്ക് നല്ല ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറെ കുട്ടികൾ പുറത്തേക്കാണ്. അങ്ങനെ കുറെ പേര് അവരുടെ ഓരോ ഒബ്സർവേഷൻസ് പറഞ്ഞു സൂപ്പർവിഷനെ കുറിച്ച്. എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്കൂൾ സ്റ്റാഫിന്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ, അതുപോലെ തന്നെ പല മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം നോക്കി മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അവരെ കേപ്പബിൾ ആക്കുക. അതാണ് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലുള്ള സൂപ്പർവിഷൻ. സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യുക, എഡ്യൂക്കേഷണൽ ഗോൾസ് അതെല്ലാം അച്ചീവ് ചെയ്യുക. ഈ എബോ ഡെഫിനിഷൻസിൽ നിന്ന് നമുക്ക് ഇതെല്ലാമാണ് മനസ്സിലാകുന്നത്. എബോ ഡെഫിനിഷന് സൂപ്പർവിഷൻ ഒന്നുകൂടെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. സൂപ്പർവിഷൻ ഒരു ഇന്റർവെൻഷൻ ആണ്, ഒരു ഇടപെടൽ തന്നെയാണ് സൂപ്പർവിഷൻ. അപ്പൊ ആ ഒരു സൂപ്പർവൈസർക്ക് അതിനനുസരിച്ചുള്ള പ്രൊഫഷൻസിയും സ്കില്ലും വേണം. ചിലപ്പോ HM ആയിരിക്കാം അടുത്ത സൂപ്പർവൈസർ. 10, 12 അല്ലെങ്കിൽ 20, 25, 30 ടീച്ചർമാരുണ്ടാവുമായിരിക്കും. ടീച്ചേഴ്സിനെ എല്ലാം ഒരുപോലെ കൊണ്ടുപോകാനും അവർക്ക് എന്തെങ്കിലും കുറവുകൾ, ഷോർട്ട് കമ്മിങ്സ്, ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനും അവരുടെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാനും ഈ ഒരു HMന് പറ്റണം. അങ്ങനെയുള്ള ഒരാളായിരിക്കണം സൂപ്പർവൈസർ എന്ന് പറയുന്നത്. നല്ല പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം, നല്ല സ്കിൽ ഉണ്ടായിരിക്കണം.
പിന്നെ സൂപ്പർവിഷൻ ഇപ്പൊ നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഈ സൂപ്പർവിഷൻ ചെയ്യുന്ന ആളാണ് സൂപ്പർവൈസർ. അതായത് സപ്പോർട്ട് കൊടുക്കുന്നവർ, അത് ലഭിക്കുന്നവര് സൂപ്പർവൈസി എന്നാണ് അറിയപ്പെടുന്നത്. എംപ്ലോയർ എംപ്ലോയി എന്ന് പറയുന്ന പോലെ തന്നെ സൂപ്പർവൈസ്. പണ്ട് ഞങ്ങളൊക്കെ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മള് പ്രോജക്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ലാതെ പുറത്ത് ഏതെങ്കിലും ഏജൻസിയിലാണെങ്കിൽ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ ഗൈഡ് എന്നായിരുന്നു പറയുന്നത്. എക്സ്റ്റേണൽ ഗൈഡ്. സ്കൂളിൽ നമുക്ക് ഒരു കൺസേൺ ടീച്ചർ ഉണ്ടാവും, ടീച്ചറിനെ ഇന്റേണൽ ഗൈഡ് എന്ന് പറയും. ഇപ്പൊ ഗൈഡ് എന്നുള്ള പേര് മാറ്റിയിട്ട് സൂപ്പർവൈസർ എന്നാ പറയുന്നത്. ഇന്റേണൽ സൂപ്പർവൈസറും എക്സ്റ്റേണൽ സൂപ്പർവൈസറും. അപ്പൊ ഗൈഡ് എന്നുള്ള പേരും മാറി ഇപ്പൊ സൂപ്പർവൈസർ എന്നായി മാറി. സൂപ്പർവൈസർ അങ്ങനെ അതൊരു മോർ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വന്നു. സൂപ്പർവൈസിങ് ഇപ്പൊ താഴെ നിൽക്കുന്ന നമ്മൾക്ക് മനസ്സിലാകണം നമ്മുടെ സൂപ്പർവൈസറുടെ റോൾ എന്താണ്, അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഏജ് കൊണ്ടായിരിക്കണമെന്നില്ല സൂപ്പർവൈസർ സീനിയർ ആയിട്ടുള്ളത്. ബൈ പ്രൊഫഷൻ, ബൈ എക്സ്പീരിയൻസസ്, ബൈ സ്കില്ലൊക്കെ ആയിരിക്കും ചിലപ്പോൾ സീനിയർ മെമ്പർ ആയിട്ടുള്ളത്. ബൈ പ്രൊഫഷൻ സീനിയർ ആയിട്ടുള്ള ഒരാളായിരിക്കും സൂപ്പർവൈസർ. അപ്പൊ ഞങ്ങൾക്ക് അത്രയും സ്കിൽസും ഉണ്ട്, എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നറിയാം. പിന്നെ പറഞ്ഞു ചിലപ്പോ ഒരു കുറെ ടൈമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കും ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു റിലേഷൻഷിപ്പാണ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഓവർ ടൈം. പുതിയൊരു ടീച്ചർ വന്നു, ടീച്ചർക്ക് കുറെ സമയം എടുക്കുമായിരിക്കും, ഇത്രയും ടൈം ആളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പല ഓൺഗോയിങ് പല കാര്യങ്ങൾക്കും അതെല്ലാം ആ ഒരു റിലേഷൻഷിപ്പ്, ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൂപ്പർവൈസർ ആൻഡ് സൂപ്പർവൈസർ. പിന്നെ സൂപ്പർവൈസർ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുന്നു. പലപ്പോഴും ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുത്ത് സപ്പോർട്ട് ചെയ്യും. അതാണ് ഗുഡ് സൂപ്പർവിഷനിൽ വരുന്നത്. ഇംപ്രൂവ്മെന്റ് ആണ് അവിടെ, ശരിക്കും ഇംപ്രൂവ്മെന്റും ഡെവലപ്മെന്റും ആണ് നടക്കുന്നത്. നെക്സ്റ്റ് പർപ്പസ് ഓഫ് സൂപ്പർവിഷൻ ആണ്. അത് തുടങ്ങി പർപ്പസും ബേസിക് പ്രിൻസിപ്പിൾസും വരുന്നുണ്ട്, അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പിന്നെ സൂപ്പർവിഷൻ, സക്സസ്ഫുൾ സൂപ്പർവിഷന്റെ 7 C's ഒക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ടോപ്പിക് സെമിനാറിന് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് നമ്മളിനി കാണുന്നത് ഫ്രൈഡേ ആണ് ടീച്ചറുടെ ക്ലാസ്. അന്ന് സെമിനാർ എടുക്കണമെങ്കിൽ സെമിനാർ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകും. സെമിനാർ വേണമെങ്കിൽ നോക്കാം. പർപ്പസ് ഒരാൾക്ക് എടുക്കാം, ബേസിക് പ്രിൻസിപ്പിൾസ് എടുക്കാം, ടൈപ്സ് ഓഫ് സൂപ്പർവിഷന്റെ ഓരോന്നായിട്ട് അങ്ങനെ എടുക്കാം, അങ്ങനെ ചെയ്തിട്ട് പോവാട്ടോ. ചെറിയൊരു കറക്ഷനും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. പേജ് നമ്പർ 85 നിൽക്കാമോ? പേജ് നമ്പർ 85 നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ആ പേജിന്റെ മിഡിലായിട്ട് കാണാം. നമുക്കവിടെ 5 ടൈപ്പ് സൂപ്പർവിഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് 1 ഇട്ടിട്ട് അതിലെ ഫസ്റ്റ് സൂപ്പർവിഷന്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തേക്കുന്ന Q എന്നും പറഞ്ഞ ക്യൂരിയോസിറ്റി, കോണ്ടെക്സ്റ്റ്, കോംപ്ലക്സിറ്റി, ക്രിയേറ്റിവിറ്റി, കോഷൻ, കെയർ എന്നൊക്കെയാണ്. അത് വരേണ്ടത് 86ാമത്തെ പേജില് ചേഞ്ചിങ് കൺസെപ്റ്റ്സ് ഇൻ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എന്നുള്ള ഹെഡിങ്ങിന്റെ താഴെയാണ് അത് വരുന്നത്. ക്ലിയർ ആയോ? അടുത്ത പേജില് ABCD B തുടങ്ങിയിട്ട് പ്രിവെന്റീവ് സൂപ്പർവിഷൻ, കൊയേഴ്സീവ് സൂപ്പർവിഷൻ ഒക്കെ, അതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ പേജിൽ വരേണ്ടത്. അതൊന്ന് കറക്റ്റ് ചെയ്തു. നമുക്ക് ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ഉണ്ട് 5 എണ്ണം. അതിൽ ഫസ്റ്റ് 1 മാത്രം ഒരു പാരഗ്രാഫ് തന്നിട്ട് പിന്നെ കുറെ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ചേഞ്ചിങ് കൺസെപ്റ്റ്സ് ഇൻ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എന്നുള്ള ഹെഡിങ്ങിന്റെ താഴെ വരേണ്ട കാര്യങ്ങളായിരുന്നു അത്. പിന്നെ നമുക്ക് കാണാം അടുത്ത പേജില് 87 പേജില് പ്രിവെന്റീവ് സൂപ്പർവിഷൻ, കൊയേഴ്സീവ് സൂപ്പർവിഷൻ ഉള്ളത്. അത് ശരിക്കും ആ ടൈപ്പ് ഓഫ് സൂപ്പർവിഷന്റെ താഴെ ഓരോന്നായിട്ട് വരേണ്ടതാണ്. ക്ലിയർ ആയോ? അതൊന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്പർ ഇടോ പേജ് നമ്പർ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തോ എന്തെങ്കിലും രീതിയിൽ ഒന്ന് ആക്കി വെക്കുക കേട്ടോ. സെമിനാർ എടുക്കാൻ പറ്റുന്ന ഈ
ഇത്രയും ടോപ്പിക്സ് ആണ്. ബാക്കിയൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ചു പോകാവുന്ന രീതിയിൽ. പിന്നെ ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷനും സെമിനാർ എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അത് പേജ് നമ്പർ 93 ആണ്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പറ്റുന്നത് എടുത്താൽ മതി. ഞാനിത് എടുക്കും ക്ലാസ്സിൽ. എന്തായാലും നിങ്ങൾ സെമിനാർ എടുക്കുവാണെങ്കിൽ എനിക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളെ വരുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഫ്രൈഡേ കാണാം. താങ്ക് യു. വായിച്ചു നോക്കുക. ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പറഞ്ഞതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മറ്റേത് റെഫറൻസ് മാത്രമാണ്. ആസ് എ ടീച്ചർ നിങ്ങൾക്കുള്ള കുറച്ച് റെഫറൻസസ് മാത്രമാണ് കേട്ടോ. അത് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. നമുക്കൊരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴോ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതൊക്കെ. ഇത് ടെക്സ്റ്റ് ഒക്കെ സൂക്ഷിച്ചു വെക്കുക. അതിന് കുറച്ച് മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടന്റിന് മിസ്റ്റേക്ക് ഒന്നുമില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് കണ്ടന്റിന് മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, ഇത് ആദ്യം പറഞ്ഞില്ലായിരുന്നു ഈ പണ്ടത്തെ സൂപ്പർവിഷന് എന്തോ 3 പോയിന്റ് ടീച്ചർ എക്സാമിന് ചോദിക്കുന്നുണ്ടെന്ന്. അത് ഏതൊക്കെ പോയിന്റാ? പണ്ട് സൂപ്പർവിഷന് ഇൻസ്പെക്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നേ. ഓക്കെ. അതോറിറ്റേറ്റീവ്, ഓട്ടോക്രാറ്റിക്, ഇല്ലോജിക്കൽ. അത് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ എന്നുള്ള ഫസ്റ്റ് പാരഗ്രാഫിൽ ഏകദേശം നടുക്കായിട്ട് വരുന്നുണ്ട്. ഓട്ടോക്രാറ്റിക്, ഇല്ലോജിക്കൽ. ലോജിക്കൽ അല്ലാത്തത് ഇല്ലോജിക്കൽ. ഇനി അടുത്ത പോയിന്റോ? ഓട്ടോക്രാറ്റീവ്, ഓട്ടോക്രാറ്റിക്, ഇല്ലോജിക്കൽ. ഇല്ല. ഓക്കെ. താങ്ക് യു ടീച്ചർ. ഞങ്ങക്ക് മൺഡേ മുതൽ വൈവ ആണല്ലോ. അപ്പൊ ഈ ഡിപ്ലോമയുടെ വൈവയില് സെമിനാർ ഉണ്ടോ? ഇല്ല. അല്ല, നിങ്ങൾ 14 ബാച്ച് അല്ലേ? നിങ്ങൾ സെമിനാർ ക്ലാസ്സിൽ എടുത്ത് തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല, കുറച്ചെടുക്കുന്നുണ്ട്. കുറച്ച് പേര് എടുത്തിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ് കഴിയുന്നവരെ നിങ്ങൾക്ക് സെമിനാർ എടുക്കാനുള്ള പറ്റുന്നവർക്ക് എടുക്കാം. ഇനി അത് പറ്റിയില്ലെങ്കിൽ വൈവയിൽ എന്തായാലും സെമിനാറിന്റെ പോർഷൻ നമ്മൾ ബ്ലാങ്ക് ആയിട്ടിടും. വൈവ സമയത്ത് ക്ലാസ്സിൽ എടുക്കാൻ പറ്റില്ല. വൈവ സമയത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്, പറഞ്ഞ കുറെ ടോപ്പിക്സ് നമ്മൾ പറഞ്ഞല്ലോ, ടോപ്പിക് സെലക്ട് ചെയ്ത് സെമിനാറിന് പ്രിപ്പയർ ചെയ്ത് വരുവാണെങ്കിൽ വൈവയുടെ ടൈമിൽ 2 minutes അത് പ്രസന്റ് ചെയ്യാം. PGക്ക് വരുന്ന ആൾക്കാർക്ക്, PGക്കാർക്ക് മിക്കവാറും ഡിപ്ലോമയുടെ വേണ്ടായിരിക്കും ചിലപ്പോൾ ഇടുക കേട്ടോ. വൈവ എനിക്കറിയില്ല. PG തുടങ്ങിയിട്ട് ഇത്ര ആയതുകൊണ്ട് ചിലപ്പോ നേരത്തെ ഇടാം. അപ്പൊ പ്രിപ്പയർ ചെയ്തിട്ട് ആ 2 minutes അവിടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ മാർക്ക് എൻട്രി ചെയ്യും. എടുക്കണം എന്ന് നോക്കിയിരിക്കും. ക്ലാസ്സിൽ എടുക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ മാർക്ക് നോക്കേണ്ടി വരും. അതുകൊണ്ട് വൈവ ടൈമിൽ തന്നെ 2 minutes ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പൊ തന്നെ മാർക്ക് എൻട്രി ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പറ്റും. കാരണം മാർക്ക് ലിസ്റ്റില് ഇതിന്റെ മാർക്ക് ഉണ്ട്. എന്തെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ സെമിനാർ എത്ര മാർക്ക് എന്ന് കാണുമ്പോൾ എന്ത് സെമിനാറാ എടുത്തേന്ന് അവർ ചോദിക്കും. അപ്പൊ നമുക്ക് കാണിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇവര് വിചാരിക്കും കോഴ്സ് ഒതന്റിക് അല്ല, മാർക്ക് ലിസ്റ്റ് ഫെയിൽ ആണെന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ട് നമ്മുടെ ജെനുവിനിറ്റി അത് അവിടെ കാണിക്കണം. റിപ്പോർട്ട് എഴുതി വെക്കണം. വേറെ വൈവ ഒറ്റ വൈവേ ഉള്ളൂ. ഡിപ്ലോമയ്ക്കും PGക്കും 5 സെക്ഷൻസ് കോമൺ ആയിട്ടുണ്ടായിരിക്കും ക്വസ്റ്റിന്റെ. പ്ലസ് PGക്ക് സെമിനാറിന്റെ ഒരു സെഷനും കൂടി ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഒറ്റ വൈവേ ഉള്ളൂ. രണ്ടാമത് 2 വൈവേ ഒന്നുമില്ല. ആ ഒരു വൈവേ തന്നെയാണ് PGയുടെ സെമിനാറിന്റെ ടോപ്പിക് മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ. PGയുടെ ടോപ്പിക് മാത്രമാണ് എടുക്കേണ്ടത്. പക്ഷെ ചിലരൊക്കെ മോണ്ടിസോറി മെത്തേഡും സൈക്കോളജിയൊക്കെ എനിക്ക് സെമിനാർ ടോപ്പിക് ഇങ്ങനെ ഒട്ടും പറ്റാത്തവരോട് വോയിസ് നോട്ടാണ് ചോദിക്കുന്നത്. ക്ലാസ്സിൽ കയറാത്തവർക്ക് ക്ലാസ്സിൽ സെമിനാർ എടുക്കാൻ പറ്റില്ലല്ലോ. ചിലർ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല വൈവയ്ക്ക് വരുമ്പോ ഇങ്ങനെ ഒരു സെമിനാർ എടുക്കണം. നമ്മൾക്ക് മിനിമം മാർക്ക് ഇടാനൊക്കെ ഒരു വിഷമം തോന്നും. അപ്പൊ പറയും ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. PGയിലെ ടോപ്പിക്കിൽ തന്നെ എടുക്കണം എന്ന് പറഞ്ഞാലും മോണ്ടിസോറി മെത്തേഡൊക്കെ എടുത്ത് സെമിനാർ ചെയ്തവരുണ്ട്. കുഴപ്പമൊന്നുമില്ല. PGയിലാണ് സെമിനാർ വരുന്നതുകൊണ്ടാണ് PGയിലെ ടോപ്പിക് എടുക്കുന്നത്. മാം 13 ബാച്ചിന്റെ കോൺവെക്കേഷൻ അത് PG കഴിഞ്ഞിട്ടാണോ PGക്ക് മുമ്പ് ഉണ്ടാവോ? 13 ബാച്ചിന്റെ PGക്ക് ശേഷം എല്ലാ കോൺവെർസേഷനും PG കഴിഞ്ഞിട്ടാ. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ മെയിൻ എക്സാം ഇപ്പൊ നടക്കാൻ പോവല്ലേ 13 ബാച്ചിന്? അതെ. കഴിഞ്ഞ 1 വീക്ക് കഴിയുമ്പോഴേക്കും PGയുടെ എക്സാം ആവും. പോർഷൻ തീരും. ആണോ?
കൂടി വന്ന 1 വീക്ക്. അത് കഴിയുമ്പോഴേക്കും 2 സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ. മാം ഇന്നലത്തെ എക്സാം മാറ്റി വെച്ചായിരുന്നോ? ഇനിയിപ്പോ എന്നത്തേക്കായിരിക്കും? ഒത്തിരി താമസിയാതെ ഉണ്ടാവും? 9th എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നില്ല നിങ്ങൾക്ക്? ഇല്ല. ഇന്ന് തന്നെ വരുമായിരിക്കും കേട്ടോ. 9th എന്നാണ് മാം എന്നോട് പറഞ്ഞത്. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ വോൾട്ടേജിന് ഓഫായി പോവുമായിരുന്നു, അതുകൊണ്ടാണെന്നാ പറഞ്ഞത്. 9th-നാണോ മാം? 9th എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മെസ്സേജ് വരും കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഓക്കെ മാം. ടൈം മാറ്റുമായിരിക്കുമോ മാം? 7:30 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാം വൈവ ഫസ്റ്റ് ഡിപ്ലോമക്കാർക്ക് അത് കഴിഞ്ഞിട്ടാണോ പി ജിക്കാർക്ക് വരുന്നത്? സാധാരണ അങ്ങനെയാണ് വെക്കാറ്. പക്ഷെ പി ജി തുടങ്ങിയിട്ട് ഇപ്പൊ 1 മാസം ആവാറായില്ലേ, അതുകൊണ്ട് ഇനി മിക്സ് ചെയ്ത് വെക്കുമെന്നും അറിയില്ല. സാധാരണ പി ജി തുടങ്ങി ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.